ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മുടെ CSEBയുടെ പുതിയ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. നമുക്ക് ജൂലൈ 11 മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിൽ നിന്നൊക്കെ അക്കൗണ്ടൻസി പാർട്ടിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ദി ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച്. എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്നാണ് ചോദ്യം. ദർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ്. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്ന് ഓപ്ഷൻ എ പറയുന്നു. ഓപ്ഷൻ ബി, കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. എന്താണ് കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറയുന്നത്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആണ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി, ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് കോസ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. നമുക്ക് നോക്കാം എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് വെച്ചാൽ. ആ ഒരു പോയിന്റിൽ എന്തില്ല? പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന റവന്യൂ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. കോൺട്രിബ്യൂഷൻ, എന്താണ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ എന്താണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് നമ്മൾ എന്ത് പറയാ? കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആണ് എങ്കിൽ അതും എന്ത് തന്നെയാണ്? ആ ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ്. അവിടെയും എന്തില്ല? പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് വരിക ഏതാണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിഗേഴ്സ് ഫോർ 2 years are analyzed for the comparing the profitability and financial position of the business, these are called. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഫിഗേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നത്. എത്ര വർഷത്തെയാണ്? 2 വർഷത്തെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിനെ എന്ത് പറയും? കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിങ് റേഷ്യോസ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? നമുക്ക് നോക്കാം. ഏതാണ്? കമ്പയർ ചെയ്യുകയാണ് 2 വർഷത്തെ റവന്യൂ അല്ലെങ്കിൽ 2 വർഷത്തെ പ്രോഫിറ്റ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ എന്തായിരിക്കും അത്? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? നമ്മൾ 2 വർഷത്തിലെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. ഇനി കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇയറിലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റി ഉണ്ടല്ലേ. അതായത് ഇപ്പം ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷമാണ് എന്ന് വിചാരിക്കുക. അതുപോലെ ടോട്ടൽ ലയബിലിറ്റിയും 10 ലക്ഷം. ഇനി നമുക്ക് നമ്മുടെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷമാണെങ്കിൽ ഈ 2 ലക്ഷത്തിനെയും ഈ ഒരു 10 ലക്ഷം ഈ 10 ലക്ഷമായിട്ട് എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. അതിനെയാണ് നമ്മൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താണ് ഒരു കോമൺ ഒരു ബേസിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അപ്പൊ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമ്മൾ 2 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോവിംഗ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് ഡിഫറെന്റ് പീരീഡ് ഓഫ് ടൈം. വ്യത്യസ്തമായ പീരീഡിലെ ഒരു ഫേമിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. വെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിഗേഴ്സ് ഫോർ 2 or more years are analyzed for comparing the profitability and financial position of the business. ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 2 അതിലധികമോ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും? അത് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ദീസ് ആർ കോൾഡ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹൊറിസോണ്ടൽ അനാലിസിസ്. ഇതിന്റെ മറ്റൊരു പേരെന്താണ്? ഹൊറിസോണ്ടൽ അനാലിസിസ് എന്നാണ്. ഇറ്റ് നോട്ട് ഓൺലി ഷോ ദി അബ്സല്യൂട്ട് ചേഞ്ച് ബട്ട് ഓൾസോ ദി റിലേറ്റീവ് ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിഗേഴ്സ്. അപ്പൊ എങ്ങനെയാണെന്ന് ഓർത്തിരിക്കാം. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു, നമ്മൾ 2 വർഷത്തെ കാര്യങ്ങളാണ് കമ്പയർ ചെയ്യുന്നത് അല്ലെ. 2 വർഷം, ഇത് 2025 2026 2 വർഷത്തെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നടുവിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കണം. അപ്പൊ ഇതെന്തായി? ഒരു എച്ചായി. അതുകൊണ്ട് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഈസ് അതർവൈസ്ലി നോൺ ആസ് ഹൊറിസോണ്ടൽ അനാലിസിസ്. ഇനി നമുക്ക് എന്താണുള്ളത്? കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ പറയാം? അത് വെർട്ടിക്കൽ അനാലിസിസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഈസ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് വിച്ച് ഷോസ് ദി ചേഞ്ച് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഐറ്റംസ് ഫോർ മോർ ദാൻ 2 years. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, റേഷ്യോ അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ്. ഡാഷ് ഈസ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് വിച്ച് ഷോ ദി ചേഞ്ച് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഐറ്റം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഐറ്റത്തിൽ ഉണ്ടായിരിക്കുന്ന
ചേഞ്ച്. എത്ര വർഷത്തെയാണ്? 2-ലധികം വർഷങ്ങളിലെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, റേഷ്യോ അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ്. ഇതും PYQ ആണ്. കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വന്നത് എന്താണ്? 2-ലധികം വർഷങ്ങളായതുകൊണ്ട് തന്നെ ട്രെൻഡ് ആണ് നമ്മൾ അവിടെ സ്റ്റഡി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ട്രെൻഡ് എന്തായിരുന്നു, അത് വെച്ച് നമുക്ക് ഭാവിയിൽ എന്താകും എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഡാഷ് ഇസ് കൺസേൺ വിത്ത് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ബിറ്റ്വീൻ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്. 2 ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനിൽ ഉണ്ടായ ചേഞ്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ്. എന്താണ്? നമുക്ക് 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു പർട്ടിക്കുലർ ഡേറ്റിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ വെച്ചാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് മാർച്ച് 31, 2025. ഈ 2025 മാർച്ച് 31 അതുപോലെ തന്നെ 2026 മാർച്ച് 31 ബാലൻസ് ഷീറ്റിലെ ഐറ്റംസിനെ എന്ത് ചെയ്യുന്നു? സ്റ്റഡി ചെയ്തിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനിൽ ഉണ്ടായ മാറ്റം സ്റ്റഡി ചെയ്യുന്നു. റേഷ്യോ അനാലിസിസ് ഉണ്ട്, ക്യാഷ് ഫ്ലോ അനാലിസിസ് ഉണ്ട്, ഫണ്ട് ഫ്ലോ അനാലിസിസ് ഉണ്ട്, ട്രെൻഡ് അനാലിസിസ് ഉണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഫണ്ടിലുണ്ടായ മാറ്റം, ഫണ്ട് ഫ്ലോ അനാലിസിസ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി, ഫണ്ട് ഫ്ലോ അനാലിസിസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഡാഷ് ഇൻഡിക്കേറ്റ്സ് എ ഫേം സ്റ്റെബിലിറ്റി ഇൻ പേയിങ് ഇറ്റ്സ് കറന്റ് ലയബിലിറ്റീസ്. നമ്മുടെ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുക. അത് മീറ്റ് ചെയ്യുവാനായിട്ട് ആ ഫേമിന് സാധിക്കും എന്ന് കാണിക്കുന്ന റേഷ്യോ ഏതാണ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, കറന്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നമുക്കറിയാം കറന്റ് ലയബിലിറ്റീസ് നമുക്ക് പേ ചെയ്യാൻ പറ്റണം. കറന്റ് ലയബിലിറ്റീസ് എന്ത് യൂസ് ചെയ്തായിരിക്കും നമ്മൾ പേ ചെയ്യുക? നമ്മുടെ കറന്റ് അസറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആൻസർ ആയിട്ട് വരിക ഏതായിരിക്കും? കറന്റ് റേഷ്യോ ആയിരിക്കും അല്ലെ? കറന്റ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കറന്റ് അസറ്റ് ഈസ് ടു കറന്റ് ലയബിലിറ്റീസ്. റേഷ്യോ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. അപ്പം കറന്റ് റേഷ്യോ ആണ് ഒരു ഫേമിന് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിന്റെ എബിലിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോ. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡാഷ് വിൽ ജനറലി ഷോ എ ഡെബിറ്റ് ബാലൻസ്, ബാങ്ക് ലോൺ, ബാഡ് ഡെബ്റ്റ് റിക്കവേർഡ്, സാലറി പേയബിൾ ആൻഡ് ഡ്രോയിങ്സ്. ബാങ്ക് ലോണ് ലൈബിലിറ്റി ആണ്, ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് ഉണ്ട്, സാലറി പേയബിൾ ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്. ഇതിൽ ഏത് ഐറ്റത്തിനാണ് ഡെബിറ്റ് ബാലൻസ് ഉള്ളത്? കമന്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടേക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഡാഷ് ഈസ് ദി അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എ ഫേം with other firms or industry average for the same time period. എന്താണ്? ഒരു സെയിം ടൈം പീരീഡില് 2 കമ്പനികളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. നോക്കാം. അനാലിസിസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എ ഫേം. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു കോമ്പറ്റീറ്ററുമായി, നമ്മുടെ സെയിം ഇൻഡസ്ട്രിയിലുള്ള മറ്റൊരു കോമ്പറ്റീറ്ററുടെ ഫിനാൻഷ്യൽ ഇതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു സെയിം പീരീഡില്. അതിന് എന്താ പറയുക? ഇന്റർഫെയിം അനാലിസിസ് ഉണ്ട്, ഇൻട്രാഫെയിം അനാലിസിസ് ഉണ്ട്, എക്സ്റ്റേണൽ അനാലിസിസ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ്? ഇന്റർഫെയിം അനാലിസിസ് ആണ് അല്ലേ? അതായത് നമ്മുടെ കമ്പനിയുടെ പേര് എ എന്നാണ്, മറ്റൊരു കമ്പനിയുടെ പേര് ബി എന്നാണ്. അപ്പം ഈ എയുടെയും ബിയുടെയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരെന്താണ്? ഇന്റർഫെയിം. 2 ഫേമുകൾക്കിടയിലുള്ള അനാലിസിസിന്റെയാണ് നമ്മൾ ഇന്റർഫെയിം അനാലിസിസ് എന്ന് പറയുക. ഇനി ഇൻട്രാഫെയിം ആണെങ്കിലോ, നമുക്ക് എ എന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിക്ക്, ഇതാണ് എ എന്ന കമ്പനി കേട്ടോ, അതിന് 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന് ഞാൻ സി എന്നും ഡി എന്നും വിളിക്കും. ഇതിനെ തമ്മിലുള്ള അനാലിസിസ്, അതൊരു കമ്പനിക്കുള്ളിലുള്ള അനാലിസിസ് ആണ് അല്ലെ? അതിനെ പറയുന്ന പേരാണ് ഇന്റർഫെയിം അനാലിസിസ് എന്ന് പറയുക. ഇന്റർഫെയിം അനാലിസിസ് എന്ന് പറയുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. When the financial statement of a number of years are analyzed, this analysis is called. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? കുറെ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. അതിന് എന്ത് പറയും? ഹൊറിസോണ്ടൽ അനാലിസിസ്, വെർട്ടിക്കൽ അനാലിസിസ്, ഷോർട്ട് ടൈം അനാലിസിസ്, ലോങ് ടൈം അനാലിസിസ്. എന്താണ് പറയുക?
ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ് അല്ലെ. കാരണം ഡിഫറെന്റ് പീരീഡിലെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് പറയും, ഹൊറിസോണ്ടൽ അനാലിസിസ് എന്നാണ് പറയുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞതാണ്. അടുത്ത ചോദ്യം നോക്കാം. ടൈം പീരീഡ് റിലേറ്റഡ് ടു സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇൻഡിക്കേറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റോക്ക് ഇൻ ട്രേഡുമായി ബന്ധപ്പെട്ട് ടൈം പീരീഡ് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. സ്റ്റോക്ക് വെലോസിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ഉണ്ട്, കോസ്റ്റ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് ഉണ്ട്, എമൗണ്ട് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്. ടൈം പീരീഡ്, അതായത് സ്റ്റോക്ക് ഇൻ ട്രേഡുമായി ബന്ധപ്പെട്ട ടൈം പീരീഡിനെ നമ്മൾ ഏത് രീതിയിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? സ്റ്റോക്ക് വെലോസിറ്റി ആണ് അല്ലെ, സ്റ്റോക്ക് വെലോസിറ്റി ആണ്. അടുത്ത ചോദ്യം, ദിസ് പ്രിസ്ക്രൈബ്ഡ് ഫോം ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഹാസ് ബീൻ ഇൻ ഡാഷ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? കമ്പനീസ് ആക്ട് 2013 പ്രകാരം ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഇത് വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ പാർട്ട് 1 ഷെഡ്യൂൾ 2 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഓപ്ഷൻ ബി പാർട്ട് 2 ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഓപ്ഷൻ സി പാർട്ട് 2 ഷെഡ്യൂൾ 2 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഓപ്ഷൻ ഡി പാർട്ട് 1 ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. എവിടെയാണ് പറയുന്നത്? നമുക്ക് നോക്കാം. പാർട്ട് 2 അല്ലെ, പാർട്ട് 2 ഷെഡ്യൂൾ 3. പാർട്ട് 2 ഷെഡ്യൂൾ 3 കമ്പനീസ് ആക്ടിന്റെ ഭാഗം 2 ഷെഡ്യൂൾ 3 എങ്ങനെയാണ് ഒരു കമ്പനി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വെൻ ഗുഡ്സ് are taken by the owner of the business for his personal use, then which account is debited? Option A sales, option B purchase, option C capital, option D drawings. എന്താണ്? ഗുഡ്സ് ഓണർ എടുത്തുകൊണ്ട് പോവുകയാണ്, ക്യാഷ് അല്ലെങ്കിൽ എനി ഗുഡ്സ് ഓണർ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡ്രോയിങ്സ് എന്നാണ്. ഡ്രോയിങ്സിന്റെ ബാലൻസ് ഏതാണ്? ഡ്രോയിങ്സിന്റെ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏത് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ ഓൾറെഡി എന്തോ പറഞ്ഞു കഴിഞ്ഞു, ഡ്രോയിങ്സിന്റെ ബാലൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സെയിൽസിന്റെ ബാലൻസ് ഏതാണ്? സെയിൽസിന്റെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. പർച്ചേസിന്റെ ബാലൻസ് ഏതാണ്? പർച്ചേസിന്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റലിന്റെ ബാലൻസ് ഏതാണ്? ക്യാപിറ്റലിന്റെ ബാലൻസ് ഡ്രോയിങ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഡ്രോയിങ്സിന്റെ ബാലൻസ് ഞാൻ പറഞ്ഞു ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് പറഞ്ഞു. ഇനി ഗുഡ്സ് എടുത്തുകൊണ്ട് പോകുമ്പോഴത്തെ ജേണൽ എൻട്രി എങ്ങനെ വരുമെന്നാണ് അല്ലെ നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയാണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ക്യാഷ് ആണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ എന്ത് വരുമായിരുന്നു? ക്യാഷ് അക്കൗണ്ട് എന്ന് വരുമായിരുന്നു. ഇപ്പം ക്യാഷ് അക്കൗണ്ട് എന്ന് വരുമായിരുന്നു. ഇവിടെ എന്താണ്? ഗുഡ്സ് ആണ് എടുത്തുകൊണ്ട് പോയത്. അപ്പൊ നമ്മൾ ഏത് അക്കൗണ്ടിനാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു നമ്മൾ എഴുതേണ്ടത് പർച്ചേസ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. കാരണം ഗുഡ്സ് ആണ് എടുത്തുകൊണ്ട് പോയത്, അതുകൊണ്ട് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ഡെബിറ്റ് ചെയ്യുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ടിനെയും ക്രെഡിറ്റ് ചെയ്യുന്നത് പർച്ചേസ് അക്കൗണ്ടിനെയുമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്യാരേജ് ഇൻവേഡ് ഈസ് ആൻ. ക്യാരേജ് ഇൻവേഡ് നമുക്ക് ക്യാരേജുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളുണ്ട് അല്ലെ. ക്യാരേജ് ഇൻവേഡ് ഉണ്ട്, ക്യാരേജ് ഔട്ട്വേഡ് ഉണ്ട്. വളരെ ബേസ് ആയിട്ടുള്ള കാര്യം അല്ലെ. ഇത് എന്ത് എക്സ്പെൻസ് ആണ്? പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. എന്താണ് ഈ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുന്ന എക്സ്പെൻസസിനെ എല്ലാം നമ്മൾ എന്ത് പറയും? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. അപ്പൊ ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക കേട്ടോ. ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടുക. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ല, എന്നാൽ നമുക്ക് സെയിൽസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസുകളെയൊക്കെ നമ്മൾ എന്ത് പറയും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എക്സ്പെൻസ് ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്തു? പൈസ കൊടുത്തു. അതിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുക. അത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? പേ ചെയ്ത ആളെ സംബന്ധിച്ച് അതൊരു അസറ്റ് ആണ്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, എനിക്ക് പൈസ ചെലവായി, പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല? ആ പൈസ കൊടുത്തിട്ടില്ല. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു, പക്ഷെ ഞാൻ അതിന് പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ അതിന് നമ്മൾ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയും. അതെന്താണ്? അതൊരു ലയബിലിറ്റി ആണ്. അപ്പൊ ക്യാരേജ് ഇൻവേഡ് എന്ന് പറയുന്നത് ഈ കൂടുതൽ ഏതായിരിക്കും? ക്യാരേജ് ഇൻവേഡ് എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രൊഡക്ഷനുമായി ഡയറക്റ്റ് ബന്ധമുണ്ട് അല്ലെ. അതായത് റോ മെറ്റീരിയൽസ് നമ്മുടെ ഫാക്ടറിയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്
നമ്മുടെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ആ റോ മെറ്റീരിയൽസ് ഫാക്ടറിയിൽ എത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക? ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുക. അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് നമ്മൾ എവിടെ കാണിക്കും? നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും നമ്മളത് കാണിക്കുക. ഇനി ക്യാരേജ് ഔട്ട്വേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? നമ്മളിവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി അത് നമ്മുടെ മാർക്കറ്റിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ചെലവിനെയാണ് നമ്മൾ പറയുന്നത് ക്യാരേജ് ഔട്ട്വേഡ് എന്ന് പറയുന്നത്. അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് നമ്മൾ എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ അത് കാണിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഫിനാൻഷ്യൽ പ്ലാൻ that adjusts based on the actual level of business activities such as production volume or sales. നമുക്ക് കഴിഞ്ഞ എക്സാമ്പിളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്ലാൻ ദാറ്റ് അഡ്ജസ്റ്റ് ബേസ്ഡ് ഓൺ ദി ആക്ച്വൽ ലെവൽ ഓഫ് ബിസിനസ്, ആക്ച്വൽ ഔട്ട്പുട്ടിന് അനുബന്ധിച്ച്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നതനുസരിച്ചോ, അല്ലെങ്കിൽ വോളിയം ഓർ സെയിൽസ്, ഇതിനനുസരിച്ച് മാറുന്ന ബഡ്ജറ്റിനെ എന്ത് വിളിക്കും? ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്, ഫിക്സഡ് ബഡ്ജറ്റ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. എന്താണ് പറയുക? ചേഞ്ച് ചെയ്യുന്നു, ലെവൽ ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ബഡ്ജറ്റിനെ പറയുന്ന പേരെന്താണ്? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്നാണ്. നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? കാരണം ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുറെ ചോദ്യങ്ങളാണ് നമ്മൾ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് എ കമ്പനി എക്സ്പെക്ടഡ് റവന്യൂസ് ആൻഡ് എക്സ്പെൻസ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു ഫിനാൻഷ്യൽ പ്ലാൻ, ഒരു കമ്പനിയുടെ എക്സ്പെക്ടഡ് റവന്യൂസും അതുപോലെ എക്സ്പെൻസസും ഒരു പർട്ടിക്കുലർ പീരീഡിലേത് നമ്മൾ എന്ത് ചെയ്യുന്നു? മുൻകൂട്ടി കാണുന്നു. അതിനെ പറയുന്ന പേരെന്ത്? ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്, ഫിക്സഡ് ബഡ്ജറ്റ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. ഏതാണ്? നമുക്ക് ഒരു ഓപ്ഷൻ തന്നെ രണ്ടു വട്ടം വന്നിട്ടുണ്ട്, അല്ലെ? ഏതാണ്? ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് ആണ് എന്ത്? ഒരു കമ്പനിയുടെ ഒരു ഫ്യൂച്ചർ പീരീഡിലെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡിലെ റവന്യൂവും എക്സ്പെൻസും നമ്മൾ മുൻകൂട്ടി കാണുന്നതിനെ പറയുന്ന പേര്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ വെർ ഈക്വൽ എമൗണ്ട് ഈസ് ചാർജ്ഡ് ഇൻ ഈച്ച് ഇയർ? കഴിഞ്ഞ എക്സാമുകളിലെല്ലാം നമുക്ക് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ്? ഏത് മെത്തേഡിലാണ് ഒരൊറ്റ എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഈക്വലായ എമൗണ്ട് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യുന്നതാണ് ചോദ്യം. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഉണ്ട്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, അന്യൂറ്റി മെത്തേഡ് ഉണ്ട്, ഡിപ്ലീഷൻ മെത്തേഡ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഡിപ്ലീഷൻ മെത്തേഡ് നമുക്ക് കഴിഞ്ഞ കുറെ എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്, അല്ലെ? ഡിപ്ലീഷൻ എന്ന വാക്ക് ഏത് അസറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മളോട് ചോദ്യം ചോദിക്കാറുണ്ട്. ഏത് അസറ്റ് ആണ്? വാസ്റ്റിംഗ് അസറ്റ് ആണ്. ഏതൊക്കെയാണ് വാസ്റ്റിംഗ് അസറ്റ്? ഓയിൽ വെൽസ്, മൈൻസ്, ക്വാറീസ് ഒക്കെ എന്താണ്? വാസ്റ്റിംഗ് അസറ്റ് ആണ്. ഇനി ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓരോ വർഷം ചെല്ലുന്നതോറും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരുന്ന മെത്തേഡാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തുല്യമായ എമൗണ്ട് ആയിരിക്കും എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. അതിന്റെ അത് ഡിപ്രീസിയേഷൻ കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓർ സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂസ്ഫുൾ ഇയേഴ്സ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു 10 ലക്ഷം രൂപയുടെ അസറ്റ് വാങ്ങി. 10 ലക്ഷം രൂപയുടെ അസറ്റ് വാങ്ങി. ഞാനത് ഒരു 11 ലക്ഷം രൂപയുടെ അസറ്റ് വാങ്ങി. 11 ലക്ഷം രൂപയുടെ അസറ്റാണ് ഞാൻ വാങ്ങിയത്. ഇനി ഞാനത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ, അതായത് 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാനത് ആക്രിക്ക് തൂക്കി വിൽക്കുമ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ മേടിച്ചത് 11 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. ഞാനത് 10 വർഷമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ കൊണ്ട് അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ കിട്ടും? 1 ലക്ഷം രൂപ കിട്ടും. ഇനിയിപ്പോ ഇത് വെച്ച് നമുക്ക് ഡിപ്രീസിയേഷൻ കണക്കാക്കാം. നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് 11 ലക്ഷമാണ്. അതിൽ നിന്നും സ്ക്രാപ്പ് വാല്യൂ ഞാൻ ആക്രിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടും? 1 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷമായി. നമ്പർ ഓഫ് യൂസ്ഫുൾ ഇയേഴ്സ്, നമ്മൾ എത്ര വർഷം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഞാൻ 10 വർഷം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം എന്ന് കിട്ടും. ഈ 1 ലക്ഷം ആയിരിക്കും ഞാൻ ഈ നമ്മൾ അസറ്റ് ഉപയോഗിക്കുന്ന ഈ 10 വർഷവും ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യുക. അതിനെ പറയുന്ന പേര് ഏതാണ്? സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്നാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡ്യൂറിംഗ് ദി ഇയർ ആൻഡ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യുന്നതെന്നാണ്. ഒന്ന്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്.
ഇനി രണ്ടാമത്തത് ഏതാണെന്നാണ് നോക്കുക. ടോട്ടൽ ഇൻവെന്ററി ഉണ്ട്, ആവറേജ് ഇൻവെന്ററി ഉണ്ട്, ഇൻവെന്ററി അറ്റ് ദി ബിഗിനിങ് ഉണ്ട്, ക്ലോസിംഗ് ഇൻവെന്ററി ഉണ്ട്. എന്താണ് ആവറേജ് ഇൻവെന്ററി? ആവറേജ് ഇൻവെന്ററി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഓപ്പണിംഗിലെയും ക്ലോസിംഗിലെയും ഇൻവെന്ററി കൂട്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്യുന്നതാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പം ആവറേജ് ഇൻവെന്ററിയും അതുപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മുടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ സ്റ്റഡി ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു, നമ്മുടെ വരുന്ന എക്സാമുകളിൽ അക്കൗണ്ടൻസി ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ വേണം പോകുവാനായിട്ട്. അപ്പം നമ്മുടെ മുൻപിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. കാരണം ഇപ്പം നമുക്ക് ജൂലൈ 11 മുതൽ CSEBയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഇനി ഡിസംബറിലേക്ക് നമുക്ക് വേറെ നോട്ടിഫിക്കേഷൻ വരും. അതായത് നമുക്ക് ത്രൂ ഔട്ട് ഇയർ നമുക്ക് അവസരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പം ഈ ഒരു അവസരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമുക്ക് ഈ ഒരു നിമിഷം ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിങ്ങളിപ്പം പഠിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ എന്തായാലും ഈ വർഷം ജോലി മേടിക്കണമെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്ത് വന്നിട്ടായാലും ജോലി മേടിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ടീം CC ബാങ്ക് ഉണ്ടാവും. നമ്മൾ പുതിയ 6 മന്ത് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു 6 മന്ത് ബാച്ച് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ജൂലൈ മാസം വരുന്ന എക്സാമുകൾ നിങ്ങൾക്ക് എന്താണ് കൃത്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. നമുക്കറിയാം ജൂൺ 30 ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പഠനമായിരിക്കും നമ്മുടെ ഈ 6 മന്ത് ബാച്ചിൽ ഉണ്ടാവുക. അപ്പം ഒട്ടും സമയം കളയേണ്ട, നമ്മുടെ മുൻപിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഈ തവണ നമ്മൾ എന്തായാലും CSEB ക്ലർക്ക് ക്യാഷ് CCയോടൊപ്പം നേടും. അപ്പൊ അങ്ങനെ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 8921440580 8921440580 എന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതുപോലെ വീക്കിലി 3 മെന്റർഷിപ്പ് ക്ലാസ്സുകൾ, അതുപോലെ നമുക്ക് ഡെയിലി എക്സാം, വീക്കിലി എക്സാം, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഈ ജൂലൈ മാസത്തിലെ എക്സാം മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമിന് കട്ട് ഓഫിന് തൊട്ടടുത്തെത്തിയിട്ടും അത് മറികടക്കാൻ പറ്റിയില്ല എന്നുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ CCയിലെ എക്സാം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കട്ട് ഓഫിന് തൊട്ടടുത്ത് എത്തിയിട്ട് കട്ട് ഓഫ് മറികടക്കാൻ പറ്റാത്ത ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തുള്ള ഒരു ബാച്ചാണത്. ആ ഒരു ബാച്ചിനെ കുറിച്ച് അറിയണമെങ്കിലും എന്ത് ചെയ്താൽ മതി, ഈ നമ്പറിൽ 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് എ ഡാഷ് അക്കൗണ്ട്. റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞ കാര്യമാണ് അല്ലെ. റെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഒരു പേ ചെയ്യുന്ന ആളെ സംബന്ധിച്ച്, ലാൻഡ് ലോഡിനെ സംബന്ധിച്ച് റെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻകം ആണ്. ഇവിടെ പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അവിടുത്തെ താമസക്കാരന്റെ ടെനന്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം റെന്റ് എന്ത് ചെയ്തു, മുൻകൂട്ടി പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ഇത്തിരി മുമ്പ് പറഞ്ഞാണ് മുൻകൂട്ടി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്, അതൊരു അസറ്റ് ആയിരിക്കും. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് ആണ് എങ്കിൽ എങ്ങനെയായിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് ആണെങ്കിൽ ലയബിലിറ്റി ആയിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരിക ഏതാണ്, ഓപ്ഷൻ എ അസറ്റ് ആണ്. അടുത്ത ചോദ്യം, ക്യാപിറ്റൽ ഓഫ് ദി ബിസിനസ് ഡിക്രീസസ് ഇഫ് ദെയർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് കൂടുമ്പോഴാണ് നമ്മുടെ ക്യാപിറ്റൽ കുറയുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഡ്രോയിങ്സ് ഉണ്ട്, ഇൻകം ഉണ്ട്, ഗെയിൻസ് ഉണ്ട്, ഫ്രഷ് ക്യാപിറ്റൽ ഉണ്ട്. നമുക്കൊന്ന് ചുമ്മാ ഒന്ന് വരയ്ക്കാം. ഫ്രഷ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് ഓണർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഗെയിൻസ് ഉണ്ടാവുന്നു, എന്തെങ്കിലും ബിസിനസ്സിന് എന്തെങ്കിലും പ്രോഫിറ്റ് കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ആർക്ക് അവകാശപ്പെട്ടതാണ്, സ്വാഭാവികമായിട്ടും അത് ഓണർക്ക് അവകാശപ്പെട്ടതാണ്. അവിടെയും ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻകം, എന്തെങ്കിലും ഇൻകം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂട്ടും. അപ്പൊ അതും ആർക്ക് അവകാശപ്പെട്ടതാണ്, ഓണർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ ക്യാപിറ്റലിൻ്റെ അകത്ത് അതും ഇൻക്രീസ് ആണ് ചെയ്യുക. ഇനി ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓണർ ഈ ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ എന്ത് ചെയ്യാണ്, എടുത്തുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ എങ്ങനെയായിരിക്കും, കുറയും. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ഡ്രോയിങ്സ് ആയിരിക്കും. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി മെത്തേഡ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് വെൻ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഇൻ ജാനുവരി ഈസ് ഇഷ്യൂഡ് വെർ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഡ്യൂറിംഗ് ഫെബ്രുവരി ടു നവംബർ റിമെയിൻസ് ഇൻ ദി സ്റ്റോക്ക്. എന്താണ്, നമുക്ക് റിപ്പീറ്റഡ് വന്നിട്ടുള്ള ലിഫോയും ഫിഫോയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണല്ലേ ഇത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്, മെറ്റീരിയൽ പർച്ചേസ് ഇൻ ജനുവരിയിൽ നമ്മൾ വാങ്ങിയ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. വെൻ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് ഡ്യൂറിംഗ് ദി ഫെബ്രുവരി ആൻഡ് നവംബർ റിമെയിൻസ് ഇൻ ദി സ്റ്റോക്ക്. എന്താണ്, നമ്മൾ ഏറ്റവും ആദ്യം മേടിച്ച സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഇഷ്യൂ ചെയ്തു അല്ലെ. അപ്പം ഇത് ഏത് മെത്തേഡ് ആയിരിക്കും,
ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വാങ്ങിയ സാധനം നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേര് ഫിഫോ എന്നാണ് പറയുക. ഇനി അവസാനം വാങ്ങിയ സാധനം, അവസാനം നമ്മൾ കൊണ്ടുവന്ന റോ മെറ്റീരിയൽസ് ആണ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ പറയുന്ന പേരെന്താണ്? ലിഫോ എന്ന് പറയും. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അവസാനം വാങ്ങിയത് ആദ്യം വിടുന്നതിന് ലിഫോ എന്ന് പറയും. ഇനി ഡിക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ് റിസൾട്ടിങ്, അതായത് എന്താണ് ചോദ്യം? ഡിക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ടിൽ ഉണ്ടാകുന്ന കുറവ് എന്തിന് കാരണമാകുന്നു? ഡിക്രീസ് ഇൻ ക്യാഷ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, ഇൻക്രീസ് ഇൻ ക്യാഷ്, നോ ചേഞ്ച് ഇൻ ലയബിലിറ്റി. ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് അയാളുടെ സപ്ലയർ ആണ്. നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ സപ്ലയറിൽ നിന്നുമാണ് ഗുഡ്സ് വാങ്ങുന്നത് അല്ലെ. ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയിരുന്നത് എങ്കിൽ നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയുമായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സപ്ലയറിൽ നിന്നും കടമായിട്ടാണ് സാധനം വാങ്ങിയത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടായിട്ടുണ്ട്? നമ്മൾ ആ ക്യാഷ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ക്യാഷ് കൊടുത്തിട്ടില്ല. ഡിക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റേഴ്സ്. അപ്പൊ എന്താണ്? നമ്മൾ എന്ത് ചെയ്തു? ആ ക്രെഡിറ്റർക്ക് പൈസ കൊടുത്തു വിട്ടു. നമ്മള് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എന്ത് ചെയ്തു? ക്രെഡിറ്റർക്ക് കൊടുത്തു. സാധനം നമ്മൾ കടമായിട്ടല്ല വാങ്ങിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അയാൾക്ക് പൈസ കൊടുത്തു വിട്ടു. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ആൻസർ ആയിട്ട് വരിക ഡിക്രീസ് ഇൻ ക്യാഷ് ആണ്. അപ്പൊ നമുക്ക് CACBയുടെ എക്സാം ആയിക്കൊള്ളട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കൊള്ളട്ടെ, നിങ്ങളെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് CC ലേണിംഗ് ആപ്പ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും നമ്മുടെ ഈ ഒരു CC ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇന്ന് തന്നെ അത് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് GK ഇംഗ്ലീഷ് മാത്സ്, CACB എക്സാമിന് GK ഇംഗ്ലീഷ് മാത്സ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നു. അതുപോലെ ക്വിസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ നമ്മുടെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അതിൽ കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്തേക്കുക. അപ്പം അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്